Hello everyone, I'm Suraj from Leh Helios. ഞങ്ങൾ നിലവിൽ ഹോളി ക്രോസ് എന്ന് പറഞ്ഞ ഇടുക്കിയിലുള്ള ഒരു കോളേജിലാണ് ഉള്ളത്. അപ്പം ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 5 കിലോവാട്ട് പവർ പ്ലാന്റ്, ഒരു ഹൈബ്രിഡ് പവർ പ്ലാന്റ് റീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് യൂസിങ് ദിസ് സ്റ്റുഡർ ഇൻവേർട്ടർ ആൻഡ് ചാർജ് കൺട്രോൾ. സിംഗിൾ ഫേസ് ആണ്, നമുക്ക് അതുപോലെ തന്നെ 3 ഫേസ് ആക്കാം. ഇതുപോലെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റം പ്ലസ് നമുക്ക് ഓരോ 3 ഇൻവെർട്ടർ കൊടുത്ത് 6 വൈബിലോട്ട് കൊടുത്ത് അത് 3 ഫേസ് ആകും. ഒരു 4 നില ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ നമുക്ക് ഒരു ചെറിയ എന്താ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ആ ഒരു കോൺഫിഗറേഷൻ സാധാരണ നമുക്ക് ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് റൺ ആവുള്ളൂ. പക്ഷെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ജനറേറ്ററിന്റെ ഉപയോഗം ഇല്ലാതെ തന്നെ നമുക്ക് ഈ കംപ്ലീറ്റ് സിസ്റ്റം ഒരു 10-12 AC ഒരു ജനറേറ്റർ സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ്ലി ഇത് ലോഡ് എടുത്തോളും. നമുക്കിത് എപ്പോഴും ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. വേൾഡ് വൈഡ് ഇതിന്റെ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തന്നെ നമുക്ക് ഇതിപ്പോൾ എക്സ്റ്റൻഡ് സീരീസ് ആണ്, ഏജ് സീരീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതുപോലെ കോമ്പാക്ട് സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു രീതിയിൽ നമുക്ക് ഇൻവെർട്ടേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റുഡർ എക്സ്റ്റൻഡർ സീരീസിന്റെ ഒരു ഇൻവെർട്ടർ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു പവർ പ്ലാന്റ് ആണ്. ഇത് ആക്ച്വലി ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. നമുക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് കുറെ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും KSEBയുടെ അംഗീകാരം കിട്ടുന്ന അത് വെച്ച് കഴിഞ്ഞാൽ പാസ്സാവുന്ന ഒരു ഇൻവെർട്ടറാണ് സ്റ്റുഡർ എന്ന് പറഞ്ഞൊരു ഇൻവെർട്ടർ. അപ്പോൾ ഇതിനകത്ത് എക്സ്റ്റൻഡർ 4048 എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ഇൻവെർട്ടറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്രോജക്റ്റിന്. അപ്പം ബേസിക്കലി ഇതിനകത്ത് വരുന്നത് ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ആണ്. നമുക്ക് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ സോഴ്സ് നമുക്ക് സോളാർ പറ്റും, അതുപോലെ തന്നെ വിൻഡ് പറ്റും, ചെറിയ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് പറ്റും. ആ ഒരു രീതിയിലും ഹൈബ്രിഡ് ആണ്. അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ആണ്. അത് മാത്രമല്ല DG ആയിട്ട് ഇതിന് സിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ഇൻവെർട്ടറിന്. സാധാരണ ഒരു ഓൺ ഗ്രിഡിൽ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ചെയ്യുന്ന പോലെ നമുക്ക് ഒരു ഇന്റഗ്രേറ്റഡ് PC ആയിട്ടല്ല ഇത് വരുന്നത്. ഇതിനകത്ത് ഇൻവെർട്ടറിന്റെ ഒരു ഭാഗമുണ്ട്. ഇതാണ് നമുക്ക് DC കറണ്ടിനെ അത് AC ആക്കി നമ്മൾ ലൈനിലോട്ട് വേണ്ട 50 ഹെർട്സിലും സൈൻ വേവ് പ്യൂർ സൈൻ വേവിലോട്ട് തരുന്നത്. അത് മാത്രമല്ല ഈ 4000 VA ആണ് ഈ ഇൻവെർട്ടർ എങ്കിലും ഇതിന് സർജ് കറണ്ട് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് മാത്രമല്ല ഈ സ്റ്റുഡർ സീരീസിലുള്ള ഇൻവെർട്ടേഴ്സ് എല്ലാം മോഡുലാർ ടൈപ്പ് ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിന്റെ കപ്പാസിറ്റി എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്കെയിൽ ചെയ്യാം. ഇപ്പോൾ 4000 ആണെങ്കിലും നമുക്കിത് ഇപ്പോൾ ഈ ഒരു 4000ന്റെ ഉണ്ട് നമുക്ക് 2.6 തൊട്ട് 2.6 4000 6000 8000 ആ ഒരു ഇതിൽ VA വരെയുള്ള ഇൻവെർട്ടേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇപ്പോൾ 4000 ആണ്. ഇപ്പോൾ ഒരു ഇൻവെർട്ടർ വെച്ചാണെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതല്ല നമുക്ക് 3 ഫേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് 3 ഇൻവെർട്ടർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് 6 വൈബ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന MPPT ചാർജ് കൺട്രോളർ സ്റ്റുഡറിന്റെ തന്നെ വേരിയോ ട്രാക്ക് 80 എന്ന് പറഞ്ഞ ഒരു ചാർജ് കൺട്രോളറാണ്. നമുക്ക് 5000 വാട്ട്സ് വരെ നമുക്ക് ഇതിന്റെ കണക്ഷൻ ഔട്ട് എടുക്കാൻ പറ്റും. പാൻ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിൽ 10 പാനൽ കണക്ട് ചെയ്യാം, ഇല്ല 12 പാനൽ കണക്ട് ചെയ്യാം, ഇല്ല 15 പാനൽ കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത് 12 പാനലാണ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ SPD DC SPD 220 വോൾട്ട് വേണം കിട്ടാൻ. നമുക്ക് ആക്ച്വലി കേരള മാർക്കറ്റിൽ 220 വോൾട്ടിന്റെ DC SPD കിട്ടത്തില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 220 വോൾട്ടിന്റെ DC SPD ആണ്. ആക്ച്വലി നമുക്ക് കിട്ടാത്ത നമ്മൾ ഡൽഹിയിൽ നിന്ന് വരുത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിനകത്ത് കംപ്ലീറ്റ് സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഇൻവെർട്ടർ ഉണ്ട്, ചാർജ് കൺട്രോളർ ഉണ്ട്, RCC2 എന്ന് പറഞ്ഞിട്ടൊരു മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് വഴി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇൻവെർട്ടറിന്റെയും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എക്സ്കോം ലാൻ എന്ന് പറഞ്ഞുള്ളൊരു ഡിവൈസ് ഉണ്ട്. അത് നമുക്ക് റിമോട്ട്ലി മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റും. പറഞ്ഞല്ലോ ഈ സ്റ്റുഡർ എന്ന് പറഞ്ഞ ഇൻവെർട്ടർ നമുക്ക് സ്വിസ് മെയ്ഡ് ആണ്. ഇതിന് 10 years ആണ് വാറണ്ടി വരുന്നത്. അപ്പോൾ റിമോട്ട്ലി നമുക്ക് അവർ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ സാധാരണ എല്ലാ ഇൻവെർട്ടേഴ്സും ചെയ്യുന്ന പോലെയല്ല, ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിനും അത് കമ്മീഷൻ ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് ഡയറക്റ്റ് സ്റ്റുഡന്റിനുള്ള റിക്വസ്റ്റ് ചെയ്ത് അവരുടെ ഡേറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറയുന്ന സ്പെസിഫിക്കേഷനും കോൺഫിഗറേഷനും മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ 4000 VA ആണെങ്കിൽ ഇത് 10.2 കിലോവാട്ട് വരെ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ സർജ് ലോഡ് എടുക്കും. അതായത് പറഞ്ഞാൽ ഒരു ഇൻവെർട്ടർ AC ആണെങ്കിൽ അടുപ്പിച്ച് ഒരു 2-3 AC അടുപ്പിച്ച് ഒറ്റയടിക്ക് ഓൺ ആയാലും ഈ ഇൻവെർട്ടർ ട്രിപ്പ് ആയി പോകത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 200 AHന്റെ 8 ബാറ്ററിയാണ്.
നമുക്ക് വരുന്നത്. ഏതാണ്ട് ഒരു 19 യൂണിറ്റ് അടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഒരു 5000 വാട്ട്സിന്റെ പാനൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3.5-4 മണിക്കൂർ കൊണ്ട് ഈ ബാറ്ററി ഫില്ലാവും. അതുപോലെ തന്നെ ഈ ഇൻവെർട്ടറിന് ഇൻബിൽട്ട് കൺട്രോളർ ഉണ്ട്. ഈ ഇൻവെർട്ടറും ഈ ചാർജ് കൺട്രോളറും എക്സ്കോം ലാമിനും ഒക്കെ വെച്ച് നമുക്ക് ഏതാണ്ട് ഒരു 1500 അടുത്ത് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, സപ്പോസ് ഇപ്പോൾ ഒരു കണ്ടീഷൻ പറയുകയാണ്, ഇപ്പം ബാറ്ററി ലോ ആണ്, സോളാർ ഉണ്ട് എങ്കിൽ നമുക്ക് ബാറ്ററി അത് ഫില്ലാക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലോഡ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. സപ്പോസ് സോളാർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് KCB വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ DG സിങ്ക് ചെയ്തിട്ട് DG നമുക്ക് അപ്പ് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സപ്പോസ് ഒരു 2-3 AC റൺ ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ, ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ നമുക്കിത് ഈ ഒരു കപ്പാസിറ്റി വെച്ച് നമുക്ക് ക്ലിയർലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം ബാറ്ററി ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എക്സ്പോർട്ട് ആവും. അതാണ് അത് മിക്കവാറും ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നതിനുള്ള ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും ബാറ്ററി ഫില്ലായി കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാൻ ആളില്ലെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അവിടെ നഷ്ടപ്പെടും. ഇതാകുമ്പോൾ നമുക്ക് അത് എക്സ്പോർട്ടായി നമുക്ക് ആ പ്രൊഡക്ഷൻ്റെ ലോസ് വരുന്നില്ല. നമ്മൾ ഈ മാക്സിമം ഈൽഡ് നമുക്ക് ഈ സോളാർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെറിയ വിൻഡ് പവർ പ്ലാന്റുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പവർ പ്ലാന്റ്.